ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇപ്പം കൺസെഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ കാണും. സോ അതൊക്കെ ഇപ്പോൾ എനിക്ക് കൺസെഷൻ റെഡി ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ നമുക്കിപ്പം സ്റ്റുഡൻറ്റ് കൺസെഷൻ ഒരു ആപ്പുണ്ട്. അപ്പോൾ ആ ആപ്പ് വഴിയായിരിക്കും ചിലപ്പോൾ നമ്മൾ കഫേയിൽ പോയായിരിക്കും കൺസെഷൻ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫോൺ ഉപയോഗിച്ച് സ്വന്തമായിട്ടായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഏത് വഴിയെങ്കിലും നമ്മൾ അപ്പോൾ എന്തായാലും നമുക്ക് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് കോളേജ് വെരിഫിക്കേഷൻ ആണ്. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം കോളേജുകാർ ഇത് അപ്രൂവ് ചെയ്ത് വിടണം. അപ്പോൾ ഈ ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഫോണിൽ ഇട്ടാൽ നമുക്ക് ഈ ആപ്പിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ പറ്റും കോളേജുകാർ അപ്രൂവ് ചെയ്തിട്ടുണ്ടോ അതോ പെൻഡിങ് ആണോ കാണിക്കുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പെൻഡിങ് ആണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. സോ കോളേജ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അപ്രൂവ്ഡ് എന്ന് എഴുതി കാണിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് KSRTC ഇതിനെ അപ്രൂവ് ചെയ്യണം. അപ്പോൾ KSRTC അപ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൽ വലിയ റോളൊന്നുമില്ല, KSRTC തന്നെ ഇതിൽ അപ്രൂവ് ചെയ്യണം. അപ്പോൾ KSRTC ഇതെടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അപ്പോഴേ അവർ റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫോണിൽ ആ പെൻഡിങ്ങിൻ്റെ സ്ഥലത്ത് KSRTC റിജക്റ്റഡ് എന്ന് റെഡിൽ എഴുതി കാണിക്കും. അപ്പോൾ അതിനുള്ള റീസൺ അവർ താഴെ കൊടുത്തിരിക്കും. ഇപ്പോൾ ആധാർ കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും ഫോട്ടോ വയ്ക്കണമെന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ റേഷൻ കാർഡിൽ കുട്ടിയുടെ പേരില്ല, അങ്ങനെ പല എന്തെങ്കിലും ഇപ്പോൾ ID കാർഡില്ല, ഫോട്ടോ അതില്ല, ഇത്. അപ്പോൾ അവർ എന്താണോ റീസൺ പറയുന്നത് ആ റീസൺ അനുസരിച്ചായിരിക്കും അവർ റിജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ റിജക്റ്റ് ചെയ്താൽ ഉടനെ നമുക്ക് വീണ്ടും നമുക്ക് ഈ സൈറ്റിൽ കയറിയിട്ട് അവിടെ റീസബ്മിറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്താണോ തെറ്റുള്ളത് ആ തെറ്റൊക്കെ തിരുത്തിയിട്ട് തെറ്റ് മാത്രം തിരുത്തി കൊടുക്കാതെ ബാക്കി ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് ബാക്കി സാധനങ്ങൾ ഇപ്പോൾ ആധാറിൻ്റെ പ്രോബ്ലം ആണെങ്കിൽ ഇപ്പോൾ ആധാറിൻ്റെ മാത്രം വെച്ച് കൊടുക്കാതെ ബാക്കി എല്ലാ സംഭവങ്ങളും വെച്ച് കൊടുക്കണം. കാരണം നമ്മൾ വീണ്ടും ഇത് റീസബ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും വരണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ പഴയ പോലെ തന്നെ എല്ലാം ടൈപ്പ് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യണം, വീണ്ടും അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുമ്പോൾ വീണ്ടും പോകണം. അപ്പോൾ നമുക്ക് തെറ്റുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ഒന്നേതാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഇത് കോളേജ് വെരിഫിക്കേഷനാണ് പോകുന്നത്. കോളേജ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് പിന്നെ ഡിപ്പോ വെരിഫിക്കേഷൻ. അപ്പോൾ ഡിപ്പോ വെരിഫൈ ചെയ്ത് ഡിപ്പോ അപ്രൂവ് ചെയ്താൽ നമുക്ക് ഇതിൽ മെസ്സേജ് വരും, ഇമെയിലിൽ മെസ്സേജ് വരും. അതായത് ഇമെയിൽ നമുക്ക് വരും, എന്താണ് ഡിപ്പോ KSRTC ഡിപ്പോ നമ്മൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത്ര രൂപ ഇത് അടയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇമെയിലിൽ നമുക്ക് എത്ര രൂപയാണോ അടയ്ക്കാനുള്ളത് ആ ഒരു എമൗണ്ട് വരും. അപ്പോൾ ഈ എമൗണ്ട് നമ്മൾ അടയ്ക്കണം. അതായത് ഓൺലൈൻ പേ ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ ഒക്കെ ഉപയോഗിച്ച് പേ ചെയ്യാം. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സൈറ്റിൽ കയറി നമ്മൾ ഈ പാസ്വേഡും യൂസർ നെയിമൊക്കെ അടിച്ച് കയറി വരുമ്പോൾ നമുക്ക് താഴെ നമ്മുടെ ആ പെൻഡിങ് മാറി അപ്രൂവ് ആയിരുന്ന തൊട്ട് താഴെ എന്താണ് കൺസെഷൻ പേയ്മെൻറ്റ് എന്നും പറഞ്ഞ് കിടപ്പുണ്ട്, പേ കൺസെഷൻ എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത ഇതിൽ വരും, അവിടെ വരുമ്പോൾ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഒരു QR കോഡ് വരും. ഈ QR കോഡ് നമ്മൾ ഗൂഗിൾ പേയിൽ ചെന്ന് സ്കാൻ ചെയ്തിട്ട് എത്ര രൂപയാണോ അപ്പോൾ KSRTC നമുക്ക് റിക്വസ്റ്റ് തരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ചെയ്താൽ ഉടനെ അപ്പോൾ നമുക്കിത് അപ്രൂവ്ഡ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം പേയ്മെൻറ്റൊക്കെ ഓക്കെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിനുശേഷം അപ്പോൾ നമ്മൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് ഈ കൺസെഷൻ കാർഡ് കൈ പറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഡിപ്പോയിൽ പോകണം, ബാക്കി എല്ലാം നമ്മുടെ ഓൺലൈൻ വഴിയാണ്. അപ്പോൾ നമ്മൾ ഡിപ്പോയിൽ പോകണമെങ്കിൽ ഇവർ നമുക്കൊരു മെസ്സേജ് അയക്കും. അതായത് നമ്മുടെ ഫോണിൽ ഇൻബോക്സിൽ ഒരു മെസ്സേജ് അയക്കും. അതായത് ഡിയർ ആരാണോ അപ്ലൈ ചെയ്യുന്ന ആ കുട്ടിയുടെ പേര്, എന്നിട്ട് പറയും വരുമ്പോൾ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുവരണം. ഇപ്പോൾ കോളേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ കോഴ്സ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. പിന്നെന്താണ് ID പ്രൂഫ്, എന്തെങ്കിലും ഒറിജിനൽ ID പ്രൂഫ് കൊണ്ടുവരണം എന്നുള്ള രീതി. ഇതെല്ലാം കൊണ്ട് ഇത്ര മണി തൊട്ട് ഇത്ര മണിക്ക് ഇടയിൽ ഇന്ന ദിവസം ഡിപ്പോയിൽ വന്ന് കൺസെഷൻ കാർഡ് കൈപ്പറ്റാൻ വേണ്ടി ഇൻബോക്സിൽ ഒരു മെസ്സേജ് വന്നതിന് ശേഷമാണ് നമുക്ക് ഡിപ്പോയിൽ പോയി ആ കൺസെഷൻ കാർഡ് കൈപ്പറ്റാൻ പറ്റുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും അതായത് കൺസെഷൻ അപ്ലൈ ചെയ്യുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നാലും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതെല്ലാം ഓൺലൈനിലാണ്. നമുക്ക് ഡിപ്പോയിൽ പോയിട്ട് ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ കൺസെഷൻ കാർഡ് വാങ്ങുന്ന സംഭവം മാത്രമേ ഉള്ളൂ. അത് വാങ്ങണമെങ്കിൽ ഇവർ നമുക്ക് KSRTCന്ന് ഒരു മെസ്സേജ് വരും, നമുക്ക് ഇൻബോക്സിൽ വരും. ആ മെസ്സേജ് അനുസരിച്ച് വേണം നമ്മൾ ഇത്രാം തീയതി പോയി ആ സമയത്തിനുള്ളിൽ കൺസെഷൻ കാർഡ് കൈപ്പറ്റാൻ. സോ ഗൈസ്, അപ്പോൾ ഇതിനൊക്കെ കുറച്ച് സമയം എടുക്കുമെന്നതും അതാണ് ഏക ഒരു ഇത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. ഈ പെൻഡിങ് ഒക്കെ മാറി അപ്രൂവ്ഡ് ആയിട്ട് കുറച്ച് ആയി വരാൻ കുറച്ച് സമയം എടുക്കും, കാരണം അതൊക്കെ അപ്രൂവ് ആയി വരണമല്ലോ. അപ്പോൾ അത്രയും നാൾ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഗൈസ്, നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി പിടിച്ചേക്കുക.